ദൈവത്തിൻ്റെ ആലോചനയെ വൃഥാവാക്കി കളഞ്ഞു. അപ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം കൗൺസിൽ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ അരുളപ്പാട്, ദൈവത്തിൻ്റെ ആലോചന. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ വലിയ കൽപ്പന മാത്രമല്ല, ദൈവത്തിൻ്റെ മനുഷ്യനോടുള്ള ആലോചനയും കൂടെയാണ് സ്നാനം. ഇനി ആരാണ് സ്നാനപ്പെടേണ്ടത്? യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: അവനെ, ആരെ? യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. അപ്പോൾ ദൈവമകനും ദൈവമകളുമാകുന്ന എങ്ങനെയാ? യേശുവിനെ കൈക്കൊണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളിങ്ങോട്ട് ആശയം തിരിച്ചു പറയുന്നത് എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങൾ കേട്ടു മനസ്സിലാക്കിയെന്ന് എനിക്ക് പൂർണ്ണ നിശ്ചയം ലഭിക്കും. അപ്പോൾ യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ എവിടെ കൈക്കൊള്ളണം? ഹൃദയത്തിൽ കൈക്കൊള്ളണം. യേശുവിനെ ഹൃദയത്തിൽ കർത്താവും രക്ഷിതാവുമായി കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കണം. ആ വിശ്വാസം ഏറ്റുപറയണം. അങ്ങനെ ചെയ്യുന്നവർക്ക് ദൈവമകനും ദൈവമകളും എന്നുള്ള പദവി ദൈവം നൽകിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവമകനും ദൈവമകളും ആകുന്നത് സ്നാനത്തിലൂടെയല്ല. ദൈവമകനും ദൈവമകളുമാകുന്ന കർത്താവിനെ ഹൃദയത്തിൽ കൈക്കൊണ്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ആ വിശ്വാസം ഏറ്റുപറയുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദൈവമകനും ദൈവമകളുമായി തീർന്നവർ യേശുവിൻ്റെ കൽപ്പന അനുസരിക്കണം. പ്രൈസ് ദി ലോർഡ്. അതാണ്, അങ്ങനെയാണ് സ്നാനപ്പെടേണ്ടത്. നമുക്കിനി അതിൻ്റെ ഓർഡർ ഒന്ന് നോക്കാം. ആദിമസഭ എങ്ങനെയാണ് പഠിപ്പിച്ചത്? അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 37-ാം വാക്യം. അതിന് മറുപടി വായിച്ചാട്ടെ. നിങ്ങൾ സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ പുത്രനായി മാനവരാശിയുടെ രക്ഷയ്ക്കായി ഭൂമിയിൽ അവതരിച്ച് ആ യേശുവിനെ നിങ്ങൾ ക്രൂശിച്ചു, ആ യേശുവിനെ നിങ്ങൾ ശിക്ഷ വിധിച്ചു. ഇത് കേട്ട് കുത്തുകൊണ്ട് അവർ ചോദിക്കുന്നു, വാട്ട് ഷുഡ് വി ഡു? ഞങ്ങൾ എന്ത് ചെയ്യണം? അതിനുള്ള പരിഹാരം: 1, നിങ്ങൾ മാനസാന്തരപ്പെടണം. 2, മാനസാന്തരപ്പെട്ടവർ സ്നാനമേൽക്കണം. 3, അവർ പരിശുദ്ധ ആത്മാഭിഷേകം പ്രാപിക്കണം. അപ്പോൾ ദൈവസഭയുടെ ഇന്നിവിടെ സ്നാനപ്പെടുന്ന പ്രിയപ്പെട്ടവർ തുടർന്ന് ഇവിടെ ആരാധിക്കുന്നവരായിരിക്കാം, അല്ല ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും നിങ്ങൾ ഏത് ആരാധനയ്ക്ക് പോകണമെന്ന് തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ 7 അടിസ്ഥാന ഉപദേശം, 7 ഫണ്ടമെൻ്റൽ ട്രൂത്ത്സ് ഓൺ വിച്ച് ദ ചർച്ച് ഓഫ് ഗോഡ് ഈസ് ബേസ്ഡ്. ദൈവസഭ അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന 7 അടിസ്ഥാന ഉപദേശങ്ങൾ. 1, മാനസാന്തരം പ്രസംഗിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്ന സഭയായിരിക്കണം. 2, മാനസാന്തരപ്പെട്ടവരെ മാത്രം അഥവാ വിശ്വാസ സ്നാനം പ്രസംഗിക്കുന്ന ഉപദേശമാക്കിയിരിക്കുന്ന സഭ. 3, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ വിശ്വസിച്ച് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന സഭയായിരിക്കണം. 4-മത്തെയും ബാക്കി കാര്യം കൂടെ ഞാൻ വേഗം ഒന്ന് പറയാം. അടുത്ത 2 വാക്യങ്ങളൊന്ന് വായിച്ചാട്ട്. അടുത്തത് രക്ഷിക്കപ്പെടുവീൻ. അതിൻ്റെ മൂലഭാഷയിൽ നിന്നുള്ള യഥാർത്ഥ അർത്ഥം വേർപെടുവീൻ എന്നാ. സെപ്പറേറ്റ് യുവർ സെൽഫ് ഫ്രം ദിസ് പെർവേഴ്സ് നേഷൻ. അപ്പം 4-മത്തെ അടിസ്ഥാന ഉപദേശം, ഈ 3 കാര്യം ചെയ്തവർ വേർപെട്ട് ദൈവത്തെ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. ആരാധന സ്ഥലത്തിന് മാത്രമുള്ള വേർപാടല്ല. മുമ്പ് മറ്റേതെങ്കിലും സ്ഥലത്ത് പോയി, എന്നാൽ ഇപ്പോൾ PNG സഭയിൽ വരുന്നു, അല്ലെങ്കിൽ പെന്തക്കോസ്ത് സഭയിൽ വരുന്നു, അതുകൊണ്ടുള്ള വേർപാടല്ല. ജീവിതത്തിൽ, സ്വഭാവത്തിൽ, അഭിരുചികളിൽ, പ്രയോറിറ്റീസിൽ, സ്തോത്രം, മുൻഗണന കൊടുക്കുന്ന വിഷയങ്ങളിൽ, ജീവിതത്തിൻ്റെ എല്ലാ കാഴ്ചപ്പാടിലും പാപത്തെ മാറ്റി നിർത്തി ആമേൻ കർത്താവിന് വേണ്ടി വിശുദ്ധിയോടെ ജീവിക്കുന്ന അനുഭവമാണ് വേർപാടെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പം 6-മത്തെ കാര്യം കൂട്ടായ്മയെ ആചരിച്ചും. അടുത്തത് 7-മത്തെ, അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോകുന്നു. അപ്പം നുറുക്കുന്ന സഭ. ഇന്ന് നാം അല്പം കഴിയുമ്പോൾ, ഇന്നത്തെ നമ്മുടെ സമാപന ശുശ്രൂഷയിൽ നാം ഒന്നിച്ച് അപ്പം നുറുക്കാൻ പോവുകയാണ്. പ്രാർത്ഥന ഉയരുന്ന ദൈവസഭയാണ്. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം, നാം പുറത്തോട്ട് വിടുന്ന ശ്വാസം തിരിച്ചകത്തേക്ക് എടുക്കുക. അതാണ് ബ്രീത്ത് ചെയ്യുക എന്ന് ഇംഗ്ലീഷിൽ പറയും. ശ്വാസോച്ഛ്വാസം. പുറത്തോട്ട് വിടുന്ന ശ്വാസം തിരിച്ചകത്തോട്ട് എടുത്തില്ലെങ്കിൽ നാടൻ ഭാഷയെ പറഞ്ഞ വടിയായി അല്ലേ? സഹോദരം, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ.
എത്ര സ്നേഹമുള്ളവരാണേലും നമ്മൾ പിന്നെ പറയുന്ന ഭാഷ എന്തുവാ? ബോഡി എന്നാണ് പറയുന്നത് അല്ലേ? ജീവിച്ചിരുന്ന പപ്പ മമ്മീന്നോ അല്ലെങ്കിൽ അങ്കിളെ ആൻറ്റി പാസ്റ്ററെ എന്നൊക്കെ വിളിച്ചു, വളരെ സ്നേഹത്തോടെ വിളിച്ചു. പക്ഷേ മരിച്ചു കഴിയുമ്പോൾ പിന്നെ നമ്മൾ ചോദിക്കുന്ന ബോഡി എപ്പോഴാണ് കൊണ്ടുവരുന്നത്? പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, ശ്വാസോച്ഛ്വാസം നിലനിർത്തിയാൽ മാത്രമേ ഫിസിക്കൽ ലൈഫ്, ശാരീരിക ജീവൻ സസ്റ്റെയിൻ ചെയ്യാനൊക്കത്തുള്ളൂ, നിലനിർത്താനൊക്കത്തുള്ളെങ്കിൽ ആത്മീക ജീവൻ നിലനിർത്തണമെങ്കിൽ പ്രാർത്ഥനയുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന കുറഞ്ഞു പോയാൽ, പ്രാർത്ഥന ജീവിതം നഷ്ടമായി പോയാൽ ആത്മീകമായ മൃത്യു സംഭവിക്കുമെന്ന് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ഓർപ്പിക്കുന്നു, വിശേഷാൽ ഈ പ്രിയപ്പെട്ടവരെ ഓർപ്പിക്കുന്നു. അപ്പോൾ ഇന്ന് നിങ്ങൾ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുമ്പോൾ കർത്താവിനോട് ഒരു ഉടമ്പടി ചെയ്യുകയാണ്. എന്ത്? കർത്താവേ, അങ്ങ് എന്നെ രക്ഷിതാവായി സ്വീകരിപ്പാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. എനിക്ക് ഈ ലോകത്തിൽ ഇനിയുള്ള നാൾ എത്ര തന്നെയാണെങ്കിലും ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൻ്റെ ഏത് കോണിൽ, ഏത് സാഹചര്യത്തിൽ ഞാൻ കടന്നു പോയാലും അവിടെ ഞാൻ യേശുവിൻ്റെ ഒരു പൈതലായി ജീവിക്കും. ആ തീരുമാനം നിങ്ങളുടെ ഉള്ളിൽ, ആ ഉടമ്പടിയുടെ ആ ബോധ്യം ഇന്ന് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആദിമസഭ പറഞ്ഞു, മാനസാന്തരപ്പെട്ടവർ വേണം സ്നാനമേൽക്കാൻ. ഇനി പ്രസംഗം മാത്രമേ ഉള്ളൂ, പ്രവൃത്തി ഉണ്ടായിരുന്നോ? നോക്കാം. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 35-ാം വാക്യത്തിലേക്ക് വന്നാട്ട്. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 35-ാം വാക്യം. സമയമില്ലാത്തതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു പോകാം, നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. ശമരിയിൽ വലിയ ഉണർവ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഫിലിപ്പോസ് ഉപദേശിക്ക് പരിശുദ്ധാത്മാവ് ഒരു നിയോഗം കൊടുത്തു. ആരുമില്ലാത്ത ഗസ്സയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് നീ വേഗം പോകും. ദൈവാത്മാവിനെ അനുസരിക്കുന്ന ദൈവദാസനായതുകൊണ്ട് ഉണർവ് അവിടെ വിട്ടേച്ച് എന്തിനാ ഈ ആളും പേരും ഇല്ലാത്തടത്തോട്ട് പോകുന്നതെന്ന് പുള്ളിക്കാരൻ ചിന്തിച്ച് കാണുമെങ്കിലും കർത്താവിനെ അനുസരിച്ചു. അങ്ങനെ അവിടെ ചെന്നപ്പോൾ താൻ കാണുന്നത് യെരുശലേമിൽ നിന്ന് അവിടുത്തെ ഉത്സവം കഴിഞ്ഞ് ഒട്ടും സന്തോഷം കിട്ടാതെ തിരിച്ച് സ്വന്തം ദേശത്തേക്ക് പോകുന്ന ഒരു മനുഷ്യൻ. ഷണ്ണനെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നെങ്കിലും അദ്ദേഹം ഒരു വലിയ മനുഷ്യനാണ്. എത്യോപ്യൻ രാജ്ഞിയുടെ ഭണ്ഡാരത്തിൻ്റെ അധിപന എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ കോണ്ടെക്സ്റ്റിൽ ചിന്തിച്ചാൽ ഒരു ധനകാര്യമന്ത്രിയോ റിസർവ് ബാങ്കിൻ്റെ ഗവർണറോ അതിന് തതുല്യമായ സ്ഥാനം വഹിക്കുന്ന ഈ മനുഷ്യൻ രഥത്തിൽ ഇരുന്ന് യെശയ്യാ പ്രവചനം വായിച്ചുകൊണ്ട് ഒട്ടും സന്തോഷമില്ലാത്തവനായി പോകുന്നു. രഥത്തോട് ചേർന്ന് നടന്ന് ഫിലിപ്പോസ് ചോദിച്ചു, വായിക്കുന്ന വല്ലതും മനസ്സിലാകുന്നു? അവൻ പറഞ്ഞു, ഒന്നും മനസ്സിലാകുന്നില്ല. രഥം നിർത്തി ഫിലിപ്പോസ് അകത്ത് കയറി. അതേ ഭാഗത്തെ ആസ്പദമാക്കി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം ഫിലിപ്പോസ് ഷണ്ണനോട് പറഞ്ഞു കൊടുത്തു. സുവിശേഷം കേട്ടുകൊണ്ടിരുന്നവൻ വെള്ളമുള്ള സ്ഥലത്തെത്തിയപ്പോൾ പറയുന്നു, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് തടസ്സം? ദൈവമക്കൾക്ക് ന്യായമായൊരു കാര്യം അവിടെ ഊഹിക്കാം. സുവിശേഷത്തിനകത്ത് എന്തുകൊണ്ട്? സ്നാനമുണ്ട് കേട്ടോ. പെന്തിക്കോസുകാരെ കൊണ്ട് തോറ്റ് ചാടി കയറി അങ്ങ് സ്നാനം പറയും. ചിലർ പറയാറുണ്ട്, ഒരു കുഴപ്പമില്ല കേട്ടോ, സുവിശേഷത്തിനകത്ത് സ്നാനമുണ്ട്. സ്നാനത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് വെള്ളമുള്ള സ്ഥലത്ത് വന്നപ്പോൾ ഷണ്ണൻ ചോദിക്കുന്നു, എനിക്ക് സ്നാനമേൽക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവൻ ചോദിക്കുകയാണ്, എനിക്ക് സ്നാനപ്പെടണം. ഉടനെ ഫിലിപ്പോസ് പറഞ്ഞു, നീ പൂർണ്ണമായി വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം. വലിയ ആളാ, ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാ, സ്നാനപ്പെടുത്തിയേക്കാമെന്ന് വിചാരിച്ചില്ല. കർത്താവിൻ്റെ ദാസൻ ഷിജു കെ വർഗീസ് പാസ്റ്റർക്ക് അറിയാം, ഞങ്ങൾ വടശ്ശേരിക്കരെ ഒരു ആളെ സ്നാനപ്പെടുത്താൻ കൊണ്ടുപോയി. ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഇപ്പോൾ സാറേ എഴുന്നേറ്റ് യേശുക്രിസ്തുവിലെ വിശ്വാസം ഉറക്കെ പറയണം. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ എനിക്ക് വിശ്വാസമൊക്കെ ഉണ്ട്, ഒത്തിരി നാളായിട്ട് ഞാൻ സഭയിൽ വരുന്നതാണ്, ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ സ്നാനവും നടക്കത്തില്ല, നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വിശ്വാസം ഏറ്റു പറഞ്ഞെങ്കിൽ മാത്രമേ സ്നാനം നടക്കത്തുള്ളൂ. ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും എഴുന്നേറ്റ് നിന്ന് വിശ്വാസം ഏറ്റു പറയണം. എന്താ അവൻ പറഞ്ഞത്? യേശുക്രിസ്തു ദൈവപുത്രനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. അപ്പോൾ ഇന്ന് പകൽ ഓർക്കുക, വിശ്വസിച്ചവരെ, മാനസാന്തരപ്പെട്ടവരെ, യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി അംഗീകരിച്ചവരെ മാത്രമാണ് ആദിമസഭ സ്ഥാനപ്പെടുത്തിയത്. ഇപ്പം സ്നാനപ്പെട്ടോട്ട് കുഞ്ഞല്ലേ, പിന്നെ വിശ്വസിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ് നടക്കുന്ന സ്നാനം ദൈവവചന വ്യവസ്ഥയിലുള്ളതല്ല. കുഞ്ഞുങ്ങളെ, തിരിച്ചറിവില്ലാത്തവരെ സ്നാനപ്പെടുത്തുന്നത് ദൈവവചനത്തിൻ്റെ പ്രമാണമല്ല. അത് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. എന്ത് വേണം? വിശ്വാസം ഏറ്റുപറയണം. അവിടെ നാം തുടർന്ന് വായിക്കുന്നു, ഈ വിശ്വാസം ഏറ്റുപറഞ്ഞു കഴിഞ്ഞപ്പോൾ രഥം നിർത്തി ഫിലിപ്പോസും ഷണ്ണനും കൂടെ വെള്ളത്തിലിറങ്ങി. ഫിലിപ്പോസ് ഷണ്ണനെ സ്നാനപ്പെടുത്തി, ഇരുവരും വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്നാനത്തിൻ്റെ മാതൃക വെള്ളത്തിൽ നിബഞ്ചിച്ചാണ് സ്നാനപ്പെടേണ്ടത്.
തളിച്ചാൽ മതിയായിരുന്നെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങണ്ട. ഇവിടെ ഇരിക്കുന്ന ചിലരെങ്കിലും ഒരു കാലത്ത് തളിപ്പ് സ്നാനം ഏറ്റവരായിരിക്കും. പക്ഷേ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം? വീണ്ടും സ്നാനപ്പെടണം. എന്താ? തളിപ്പല്ല സ്നാനം. ബാപ്റ്റിസം എന്നാണ് നമ്മൾ ഇന്ന് ഇംഗ്ലീഷിൽ സ്നാനത്തിന് പറയുന്നത്. അത് വന്നത് ബാപ്റ്റിസോ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്കിൽ നിന്നാണ്. ബാപ്റ്റിസോ എന്ന വാക്കിൻ്റെ അർത്ഥം ടു ഇമേഴ്സ് ഇൻ വാട്ടർ, വെള്ളത്തിൽ നിബഞ്ചിച്ച് എടുക്കുക, തളിക്കുകയല്ല. പിന്നെ എന്തുകൊണ്ടാണ് തളിപ്പ് വന്നത്? ചിലർക്കെങ്കിലും സംശയം ഉണ്ടാകും. 50 ദിവസം പ്രായമുള്ള കുഞ്ഞിനെ കൊണ്ടുപോയി വെള്ളത്തിന് അടി മുക്കിയാൽ ആ കുഞ്ഞ് മരിച്ചു പോകും. അതിനുവേണ്ടി ഒരു ഡീവിയേഷൻ കൊണ്ടുവന്നതാണ് കുഞ്ഞുങ്ങളെ തളിച്ച് സ്നാനപ്പെടുത്തുക. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു നല്ല മർത്തോമക്കാരനോ യാക്കോബക്കാരനോ കുഞ്ഞിനെ കൊണ്ടുപോയി തളിച്ചേച്ച് വന്നിട്ട് പറയുന്നത് എന്താണെന്നറിയാമോ? ഞങ്ങളുടെ കുഞ്ഞിനെ മാമോദിസ മുക്കിയെന്നാ, അല്ലേ? ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന പഴയ ക്രിസ്തീയ സഭകളിൽ ഉൾപ്പെട്ടവരൊക്കെ ഇത് പറഞ്ഞു കാണും. തളിച്ചേച്ച് വന്നിട്ട് പറയുന്നത് എന്താ? മുക്കിയെന്ന്. എന്താ കാര്യം? ഈ ചെയ്തവർക്കും അറിയാം, കൊടുത്തവർക്കും അറിയാം ഇത് ചെയ്യേണ്ടത് ഇങ്ങനെ, പക്ഷേ ഇങ്ങനെ ചെയ്യാൻ ഒക്കത്തില്ല. ചെയ്താൽ ചിലപ്പോൾ കുഞ്ഞ് മരിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ സാധാരണ പറയാറില്ലേ, കഞ്ഞി കുടിച്ചെന്നാണ് പറയുന്നത്, കഞ്ഞി ഉണ്ടെന്ന് പറയുമോ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇന്ന് പകൽ ഓർക്കുക, സ്നാനം അതിനൊറ്റ മാതൃകയുള്ളൂ, വെള്ളത്തിൽ മുക്കി പൊക്കുക. പ്രൈസ് ദി ലോർഡ്. ഇനി ഏത് നാമത്തിലാണ് സ്നാനപ്പെടേണ്ടത്? വേഗത്തിൽ അത് ഇവിടെ ഞാൻ ഓർപ്പിക്കാം. യേശു പറഞ്ഞു, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ഞാൻ പലയിടത്തും സ്നാനത്തിന് ക്ലാസ് എടുക്കുമ്പോൾ അവിടെ ഒരു ഊന്നൽ കൊടുക്കാറുണ്ട്. എനിക്ക് ഒരു അനുഭവം അറിയാം. ന്യൂയോർക്കിൽ വെച്ച് IPC സഭയുള്ള ബന്ധത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനമേറ്റ ഞങ്ങൾക്ക് പരിചയമുള്ളൊരു ആൻറ്റി ജനീവയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ സ്നാനമേറ്റു. അപ്പോൾ ഈ വാർത്ത ഇങ്ങെത്തിയപ്പോൾ ഞങ്ങൾ പിന്നെ കണ്ടപ്പോൾ ചോദിച്ചു, അയ്യോ അമ്മാമേ, അത് വലിയ കഠിന പ്രവൃത്തിയായിപ്പോയല്ലോ, ഒന്നുകൂടെ എന്തിനാ സ്നാനപ്പെടുത്തി? അതേ, അന്ന് ഞാനൊരു കത്തോലിക്കത്തിയായി നടന്നപ്പോഴാണ് അച്ചായനെ കെട്ടിയത്. അച്ചായനെ കല്യാണം കഴിക്കാൻ വേണ്ടി ഞാനങ്ങ് സ്നാനപ്പെട്ടു. എനിക്ക് മാനസാന്തരവും ഒന്നും ഉണ്ടായില്ല. അപ്പോൾ അത് ഏതാണ്ട് ഞങ്ങൾക്ക് ഒരു ന്യായമായി തോന്നി. മാനസാന്തരപ്പെട്ടവർ വേണമല്ലോ സ്നാനപ്പെടാൻ. അപ്പോൾ അതിനു മുമ്പുള്ള സ്നാനങ്ങൾ ഇനിയും ശിശു സ്നാനമായാലും മുതിർന്ന സ്നാനമായാലും പ്രയോജനമില്ല. പക്ഷേ ചില വർഷങ്ങൾക്ക് ശേഷം ഞാനും എൻ്റെ ഭാര്യയും ജനീവയിൽ ആ സഭയിൽ പോയി. ഞങ്ങളവിടെ ശുശ്രൂഷിച്ചു. അല്പസമയം അവരോട് ചെലവഴിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവരുടെ സ്നാനം യേശുവിൻ്റെ നാമത്തിലാണ്. അപ്പോൾ ചിലർ യേശുവിൻ്റെ നാമത്തിൽ, ഇൻ ദ നെയിം ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഈ നാമത്തിൽ സ്നാനം കൊടുക്കാറുണ്ട്. നമ്മളിപ്പോൾ വായിച്ച 1-2 വാക്യങ്ങളിലും അതിന് ബലം പകരുന്ന ചിന്തയുണ്ട്. നിങ്ങൾ മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി നിങ്ങൾ ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. അപ്പോൾ ഏതാ ഇവിടെ ഇരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങൾ, നിങ്ങൾ കർത്താവിൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ ലോകത്തിൻ്റെ ഏത് കോണിലും പോകുമ്പോൾ അന്ന് ദുരുപദേശം കേട്ട് അതിൽ മുഴുകിപ്പോകരുത്. കർത്താവ് പറഞ്ഞതാണ് നമുക്ക് ആധാരം. പിന്നെ ഈ നാമമെന്ന് മലയാളത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന ആ വാക്കിൻ്റെ മൂലവാക്ക് അതോറിറ്റി എന്നാണ്. അധികാരം. ഇൻ ദി അതോറിറ്റി ഓഫ് ദ ഫാദർ ആൻഡ് ഓഫ് ദ സൺ ആൻഡ് ഓഫ് ദ ഹോളി ഗോസ്റ്റ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ അധികാരത്തിൽ സ്നാനം നടക്കും. ഈ നാമമെന്ന് വന്നപ്പോഴാണ് ഈ തെറ്റിദ്ധാരണ വന്നത്. നമ്മൾ വായിച്ച ആ വാക്യത്തിലേക്ക് മടങ്ങി വന്നാൽ, ഇൻ ദി അതോറിറ്റി അല്ലെങ്കിൽ ദി ബാപ്റ്റിസം ഓതറൈസ്ഡ് ബൈ ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തു അധികാരപ്പെടുത്തിയ സ്നാനം. അതേതാ? നമ്മുടെ കുറിവാക്യം എന്താ പറയുന്നത്? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും അധികാരത്തിൽ അഥവാ നാമത്തിൽ വേണം സ്നാനമേൽക്കാൻ. അപ്പോൾ ഇന്ന് ഓർക്കുക, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ യേശു കൽപ്പിച്ചതാണ് നമുക്ക് ആധാരം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലല്ല സ്നാനപ്പെടേണ്ടത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഏറ്റവും ഒടുവിലായി, എന്തിനാണ് സ്നാനം? വേഗത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. റോമാലേഖനം 6-ാം അധ്യായം 2, 3, 4 വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ട്. 1, 3 ഒരു കാര്യം കൂടെ എഫെസ്യ ലേഖനത്തിലുണ്ട്. 4 കാര്യങ്ങൾ പരസ്യമായി നാം വെളിപ്പെടുത്തുന്ന, സാക്ഷിക്കുന്ന ഒരനുഭവമാണ് സ്നാനം. ശ്രദ്ധിക്കണം, അകത്ത് നടന്ന 4 കാര്യങ്ങൾ എന്തൊക്കെയാ? 1, യേശു മരിച്ചു. അതുപോലെ യേശുവിലുള്ള വിശ്വാസത്താൽ എൻ്റെ പാപമനുഷ്യൻ മരിച്ചു. പാപം ചെയ്യുവാൻ തുനിയുന്ന, പാപത്തിൽ പ്രമോദിക്കുന്ന ആ പഴയ മനുഷ്യൻ വിശ്വാസത്താൽ, യേശുവിലുള്ള വിശ്വാസത്താൽ മരിച്ചു. 2, യേശുവിനെ കുഴിച്ചിട്ടതുപോലെ ആ പാപ മനുഷ്യനെ ഞാൻ കുഴിച്ചിട്ടു, എന്നേക്കുമായി കുഴിച്ചിട്ടു. 3, യേശു ക്രിസ്തു മരിച്ചു അടക്കപ്പെട്ടിട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതുപോലെ
ഞാനും യേശുവിനെ ധരിച്ചുകൊണ്ട് ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് ഞാൻ എഴുന്നേറ്റ് വന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ 3 കാര്യം അകത്ത് നടന്നത് നാം സാക്ഷിക്കുകയാണ്, നാം വിളിച്ചു പറയുകയാണ്. ഇനി 4-ാമത്തെ കാര്യം എന്താ? എഫെസ്യ ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യം. എഫെസ്യ ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യം. ആ ആ ആ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുക. അപ്പം 4-ാമത്തെ കാര്യം എന്നിൽ നടന്നത് എന്താ? ഞാൻ യേശുക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് മാത്രമല്ല, ഞാനിപ്പോൾ എവിടെ ഇരിക്കുന്നത്? എവിടെ ഇരിക്കുന്നത് മോനെ? സ്വർഗത്തിലാണ്. എവിടാ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ 4 കാര്യം, ഞാൻ യേശുക്രിസ്തുവിനോടുകൂടെ സ്വർഗത്തിലിരിക്കുക. അപ്പം നിങ്ങൾ ചോദിക്കും, ഇവിടെ എനിക്ക് വേലയും കൂലിയും ജോലിയൊക്കെ ഇല്ലയോ? സ്വർഗത്തിലാണോ പാസ്റ്ററെ? നാം ആത്മീകമായി വീണ്ടും ജനിച്ചവർ യേശുക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിലായിരിക്കും, ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നു, സ്വർഗത്തിലായിരിക്കുന്നു. അതുകൊണ്ടാണ് കൊലോസിയ 3:3 നാം വായിക്കും, നിങ്ങൾ മരിച്ചിട്ട് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുകയാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? സ്തോത്രം. ഇവിടെ ഉത്തരവാദിത്തങ്ങളുണ്ട്, ഇവിടെ ജോലിയുണ്ട്, ഇവിടെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ആത്മീകമായി എവിടെ ഇരിക്കുന്നു? കർത്താവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്ന ഒരു അനുഭവം എനിക്ക് ദൈവം തന്നിരിക്കുന്നുവെന്ന ബോധ്യമുള്ളവർ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ 4 കാര്യം, പാപമനുഷ്യൻ മരിച്ചു, ആ മനുഷ്യനെ കുഴിച്ചിട്ടു, ആ സ്ഥാനത്ത് യേശുവിനെ ധരിച്ചുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് വന്നിരിക്കുന്നു. തീർന്നില്ല, ഞാൻ യേശുവിനോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വർഗസ്ഥലത്ത് ഞാൻ ഇരിക്കുകയാണ്. അപ്പോൾ ഈ 4 കാര്യം നടക്കുമെന്നല്ല, നടന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. പണ്ടൊരാൾ സ്നാനപ്പെടാൻ വന്ന് ഭാര്യ പറഞ്ഞു, പാസ്റ്റർ ഇപ്പോൾ ഒത്തിരി മാറ്റമുണ്ട്. പണ്ട് 2 കുത്തി വീട് വലിക്കുമായിരുന്നു, ഇപ്പം രാവിലെ കാപ്പ് കുടിച്ച് കഴിഞ്ഞ് ഒരെണ്ണം വലിക്കും, ചായ കുടിച്ച് കഴിഞ്ഞ്. അതില്ലെങ്കിൽ പുള്ളിക്ക് പരിപാടികളൊന്നും നടക്കത്തില്ല. പിന്നെ ഉച്ച കഴിഞ്ഞ് ഒരെണ്ണം വലിക്കും. ഇനി സ്നാനപ്പെട്ട് കഴിയുമ്പോൾ അതുകൂടെ അങ്ങ് മാറിക്കോളും. സ്നാനപ്പെടുമ്പോൾ മാറ്റുന്ന കാര്യമല്ലിത്. പ്രൈസ് ദി ലോർഡ്. സ്നാനപ്പെടുമ്പോൾ എന്ത് വേണം? പാപമനുഷ്യൻ, പാപത്തിൻ്റെ പ്രവണതകൾ, പാപത്തിൻ്റെ ഇച്ഛകൾ, പാപത്തിൻ്റെ താൽക്കാലിക ഭോഗങ്ങൾ, ഇതിനെയെല്ലാം മരിപ്പിച്ചവരാണ് കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കേണ്ടത്. ഉറപ്പുണ്ടോ? ഹല്ലേലൂയ. നിങ്ങൾ ആമേൻ. എല്ലാവരോടും ഞാൻ ചോദിക്കുക, സ്തോത്രം, ഉറപ്പുണ്ടോ? ഉണ്ടോ മോനെ? പ്രൈസ് ദി ലോർഡ്. എന്നിലത് സംഭവിച്ചു. അപ്പോൾ ഇങ്ങനെ യേശുക്രിസ്തുവിനോടുകൂടെ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഗലാത്യർ 2:20, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല. പൗലോസ് പറയുക, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. ഞാൻ എപ്പോഴും പറയുന്നൊരു ഉദാഹരണമുണ്ട്. അഗസ്റ്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? വിശുദ്ധ അഗസ്തീനോസ്. അദ്ദേഹം ഒരു കാലത്തൊരു അധമപാപിയായിരുന്നു. തൻ്റെ അമ്മ മോനിക്കയുടെ പ്രാർത്ഥന, കണ്ണുനീര് ദൈവം മാനിച്ചു. ദൈവസ്നേഹം തൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. താൻ യേശുവിനെ രക്ഷിതാവായി അംഗീകരിച്ചു, കർത്താവിന് വേണ്ടി ജീവിച്ചു. അപ്പോൾ ആ രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലേക്ക് വന്ന ആദ്യ ദിവസങ്ങൾ വെളിയിൽ ഇറങ്ങാൻ പേടിയാണ്. വെച്ചാൽ കൂട്ടുകാരെല്ലാം കാത്തിരിക്കുക പാപത്തിലേക്ക് വലിച്ചുകൊണ്ട് പോകാൻ. പോയാൽ വീണു പോകുമോ എന്നുള്ള ഭയമുണ്ട്. അങ്ങനെ ഒത്തിരി ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എത്ര ദിവസമൊന്നും കണ്ടാ വീടിനകത്തിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വെളിയിലിറങ്ങി, ആരും കാണാതെ, പണ്ട് കൂട്ടുകാർ കൂടുന്ന സ്ഥലമൊക്കെ വിട്ട് വേറെ മാറിപ്പോകുമ്പോൾ തന്നെ ഒരു കൂട്ടുകാരി കണ്ടു. റോഡിൻ്റെ ഇപ്പുറത്ത് നിന്നുകൊണ്ട് വിളിച്ചു, അഗസ്റ്റിൻ, ഞാനാ. തിരിഞ്ഞ് നോക്കാതെ പുള്ളി നടന്നു. ഇവൾ വേഗം റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് ചെന്ന് പുറത്ത് തട്ടിയേച്ച് പറഞ്ഞു, മനസ്സിലായില്ലോ ഞാൻ? ഈ ദൈവദാസൻ പറഞ്ഞ മറുപടി, അത് നീ ആയിരിക്കും, പക്ഷേ ഇത് പഴയ അഗസ്റ്റിൻ അല്ല. ദി ഓൾഡ് അഗസ്റ്റിൻ ഈസ് ഡെഡ്. പഴയ അഗസ്റ്റിൻ മരിച്ചുപോയി. ആൻഡ് ജീസസ് ലിവ്സ് ഇൻ ഹിം ടുഡേ. യേശു ക്രിസ്തു അവനിൽ ജീവിക്കുന്നു. ഇന്ന് പകൽ പിടിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെ, ഇന്ന് നിങ്ങൾ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുമ്പോൾ പഴയ പാപത്തിൻ്റെ അനുഭവങ്ങൾ, അതിൻ്റേതായ വഴികൾ, അതിൻ്റേതായ അനുഭവങ്ങൾ നിങ്ങളെ മാടി വിളിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, പഴയ ഇന്നാരും മരിച്ചു. പഴയ അഗസ്റ്റിൻ മരിച്ചു എന്ന് താൻ പറഞ്ഞതുപോലെ നമ്മുടെ പേര് പറഞ്ഞിട്ട് ആ പഴയ ഞാൻ മരിച്ചു. ആ സ്ഥാനത്ത് യേശുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കും. ഞാൻ വിശുദ്ധിയോടെ ജീവിക്കും. എങ്ങനെയാണ് ജീവിക്കേണ്ടത്? കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 3 വാക്യങ്ങൾ, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗത്തിൽ നിർത്താം. 3-ാം അധ്യായം 5-ാം വാക്യം, 8-ാം വാക്യം, 12-ാം വാക്യം. ആ 5 കാര്യങ്ങൾ കർത്താവിനോടുകൂടെ സ്വർഗത്തിൽ വസിക്കുന്നുവെന്ന് ബോധ്യമുള്ളവർ
വീണ്ടും ജനിച്ചവർ, കർത്താവിനോട് ഉടമ്പടി ചെയ്തവർ ഓർക്കണം, എന്നും ശോധന ചെയ്യണം. 5 കാര്യം മരിപ്പിച്ചത് ഇന്നും മരിപ്പിച്ചിരിക്കുകയാണോ? ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, അത്യാഗ്രഹം. സമയമില്ല വിവരിക്കാൻ. ഈ 5 കാര്യം മരിപ്പിച്ചതാണ്, മരിപ്പിച്ച് തന്നെ ഇരിക്കണം. ഇനി 8-ാം വാക്യം. മരിപ്പിച്ചാലും ചില കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി വരും. അതിനെ എന്ത് ചെയ്യണം? ഓരോ ദിവസവും ആ ദിവസത്തെ നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം കഴിഞ്ഞ് വൈകിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ശോധന ചെയ്യണം. എന്തെങ്കിലും തിരികെ കയറി വന്നിട്ടുണ്ടോ? അതിനെ എന്ത് ചെയ്യണം? വിട്ടുകളയണം. പുട്ട് ഓഫ്, വിട്ടുകളയണം. എന്തൊക്കെയാ? ദുർനടപ്പ്, കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം. പണ്ടൊക്കെ ചെറിയ വിരലിൽ നിന്ന് പെരുത്ത് കോപമൊക്കെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞ് പിടിപ്പിക്കുന്നതെന്ന് നമുക്ക്, പിന്നെ എന്തൊക്കെയാണ് തല്ലി പൊട്ടിക്കുന്നത്, ഇതൊന്നും എന്തില്ല, പാടില്ല. സ്തോത്രം. കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം വിട്ടുകളയണം. ഇനി 12-ാം വാക്യം. മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ. അതും 5. സോ മോർട്ടിഫൈ, പുട്ട് ടു ഡെത്ത്, മരിപ്പിക്കേണ്ട 5 കാര്യം, വിട്ടുകളയേണ്ടതായ 5 കാര്യം, ധരിക്കേണ്ട 5 കാര്യം. സൗമ്യത, താഴ്മ, ദീർഘക്ഷമ, ദയ, മനസ്സലിവ്. ഇതെപ്പോഴും നമ്മിലുണ്ടായിരിക്കണം. ഒരു സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞ് യൂണിഫോം ധരിക്കുന്നത് പോലെ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന നിങ്ങൾ ഈ യൂണിഫോം എപ്പോഴും ഉണ്ടായിരിക്കണം. ഞാൻ ദൈവവൈതലാണ്, ഫുൾ കൈ ഷർട്ടും വെള്ള ഷർട്ടും ഒക്കെ ഇട്ടു എന്ന് ഞാൻ അനുമാനിക്കുകയും ചെയ്യുന്നതല്ല. ഇതെന്നിലൂടെ വെളിപ്പെടണം. എന്തൊക്കെയാ? മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ. ഇത് നിങ്ങളിലൂടെ വെളിപ്പെടുവാനിടയാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? മരിപ്പിക്കേണ്ടത് ഞാൻ മരിപ്പിച്ചിരിക്കുന്നു, വിടേണ്ടത് ഞാൻ വിട്ടുകൊണ്ട്, ധരിക്കേണ്ടത് ധരിച്ച് ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. സഭാപ്രസംഗി 8:5 എടുക്കേണ്ട ഇങ്ങനൊരു വാക്യമുണ്ട്: കൽപ്പനയെ അനുസരിക്കുന്നവന് ഒരു ദോഷവും ഭവിക്കുകയില്ല. എന്താണെന്നറിയാമോ? ദിസ് ഇസ് ദ കിങ്ലി കമാൻഡ്. ഇത് രാജാവിൻ്റെ കൽപ്പനയാണ്. സ്തോത്രം. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ കൽപ്പനയെ അനുസരിക്കുമ്പോൾ ആരും നിങ്ങളോട് ചോദിക്കത്തില്ല എന്തുകൊണ്ട് ഇത് ചെയ്തു. ചോദിച്ചാൽ അവിടെ കൊണ്ട് തീരും. എന്താ കാര്യം? ഇത് രാജാവിൻ്റെ കൽപ്പനയാണ്. ഇതനുസരിച്ചാൽ അനുഗ്രഹമേ ഉള്ളൂ, ഇതനുസരിച്ചാൽ അഭിവൃദ്ധിയേ ഉള്ളൂ, ഇതനുസരിച്ചാൽ ആമേൻ നന്മയേ ഉള്ളൂ. അനുസരിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സന്തോഷമുള്ളവർ കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം. ഇപ്പോൾ ദൈവമക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരായി എഴുന്നേറ്റ് യേശു കർത്താവിനെ ഞാൻ കർത്താവും രക്ഷിതാവുമായി അംഗീകരിച്ചു, ഇന്ന് സ്നാനപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഇനിയുള്ള ആയുസ് ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കും. നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത്രയും കാര്യം വേഗത്തിൽ സാക്ഷി പറഞ്ഞാട്ട്. ബാബു ബ്രദർ എഴുന്നേറ്റാട്ട്. വിശേഷാൽ കർത്താവേ, ബ്രദർ ബാബുവിനെ ദൈവകരങ്ങളിൽ
ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നലകളിൽ ലോകത്തിന്റെ പ്രകാരം ഓടിയെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങിടപ്പെട്ട ദൈവസ്നേഹത്തെ ഓർത്ത് സ്തോത്രം ചെയ്തു. അങ്ങേ കണ്ടുമുട്ടുവാൻ, അങ്ങേ രക്ഷകനായി സ്വീകരിപ്പാൻ, ഈ ദിവസങ്ങൾ അങ്ങയുടെ പാദപീഠത്തിൽ താണിരിപ്പാനൊക്കെ തന്ന എല്ലാ അവസരങ്ങൾക്കായി സ്തോത്രം. കർത്താവേ, അങ്ങയുടെ കൽപ്പന അനുസരിപ്പാൻ ആഗ്രഹിച്ച് തീരുമാനത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്നല്ലോ. ഇന്ന് പകൽക്കാലം അങ്ങയുടെ ദാസന്മാരായി ഞങ്ങൾ ഒന്നിച്ച് യേശുവിന്റെ നാമത്തിൽ അങ്ങയുടെ ദാസനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒതുക്കി കളയേണ്ടതിന് ആയുസ്സിനെ വെല്ലുവിളിച്ച് അന്ധകാര നരങ്ങളെ ശാസിച്ച് ആയുസ്സും ആരോഗ്യവും ബലവും നൽകി ഇത്രത്തോളം നടത്തിയ നാഥനെ അനുഗമിക്കുവാൻ കൽപ്പിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാല കൽപ്പന അനുസരിക്കുന്നത് ജീവിതത്തിൽ അനുഗ്രഹം വിടുതലമാക്കി തീർക്കണമേ. യേശുവിന്റെ രക്തത്താൽ ഞങ്ങൾ മുദ്ര വയ്ക്കുന്നു. പിതാവിന്റെ പുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒന്നിച്ച് അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടല്ലോ, യേശുവിൻ നാമത്തിൽ തന്നെ. അവന്റെ പുതിയ ആരോഗ്യം, ബലവും, ബുദ്ധിയും, കഴിവുകളും അവന്റെ ഭാവി അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ കുടുംബത്തിന്, ദേശത്തിന്, ദൈവസഭയ്ക്ക് അനുഗ്രഹം മാത്രമായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ കുഞ്ഞിനെ ഞങ്ങൾ അനുഗ്രഹിക്കുക. അനുഗ്രഹ വിഷയമാക്കും യേശുവിൻ നാമത്തിൽ. ഞങ്ങളുടെ നല്ല കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച് അങ്ങയുടെ മുഖത്തേക്ക് ഞങ്ങളുടെ കർത്തവ്യം വരുന്നു. നല്ല യൗവന പ്രായത്തിൽ ഞങ്ങളുടെ കൽപ്പന അനുസരിപ്പാൻ അങ്ങ് കൊടുത്ത എല്ലാ നല്ല താല്പര്യങ്ങൾക്കായി അങ്ങയുടെ കൽപ്പനയിൽ കാലം അനുസരിക്കുന്നത് ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ, ദൈവിക വാഗ്ദത്തങ്ങളുടെ നിവർത്തികരണത്തിന് മുഖാന്തരമായി തീരുവാൻ ദൈവത്തിന്റെ ആത്മാവിടയാക്കേണ്ടതാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉടവന സന്തര റംശങ്കടക അസല രകതരവന ശബ്ദങ്കടകന അനേകര് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന തലങ്ങളിൽ അയച്ചങ്ങ് മാനിപ്പാൻ പോകുന്ന എല്ലാ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉള്ളതുപോലെ സകലത്തെ പിടിച്ചു ഇങ്ങോട്ട് വലിക്കുന്ന എല്ലാ പാരമ്പര്യ വ്യാപാരങ്ങളെയും യേശുവിൻ നാമത്തിൽ ശാസിച്ചകറ്റുക. യേശുവിൻ നാമത്തിൽ മുദ്ര വെച്ച് പിതാവിന്റെ പുത്രൻ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥന കേട്ടല്ലോ. യേശുവിൻ നാമത്തിൽ തന്നെ പുതിയ അഭിഷേകത്താൽ ശക്തികൾ ആരോഗ്യം അവരെടുത്ത പ്രതിഷ്ഠകളിൽ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഒരുമിച്ച് നല്ല തീരുമാനങ്ങൾക്ക്
കർത്താവ് അങ്ങയുടെ നാമത്തെ അറിയുവാൻ, അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ പിന്നെ എവിടെ സഹായിക്കണം. അറിഞ്ഞ സത്യത്തിൽ ഉറച്ചു നിൽപ്പാൻ എവിടെ സഹായിച്ചാട്ട് അങ്ങയുടെ ദാസന്മാരായ നിങ്ങൾ ഒരുമിച്ച് ഈ പകൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ചു മാത്രം കർത്താവിന്റെ സ്തോത്രം യേശുവിൻ നാമത്തിൽ പിതാവേ. അങ്ങയുടെ ദൂതഗണങ്ങൾ ഊരിപ്പിടിച്ച വാളുമായി ഇവിടെ കാവൽ നിൽക്കേണ്ട രാജങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കപ്പെട്ട സൂക്ഷിക്കുവാൻ അങ്ങയുടെ വൃത്തിരക്കുന്ന അഭിഷേകത്താൽ നിറയ്ക്കണമേ. ആത്മാവിന്റെ ദൈവാത്മാവിന്റെ അധികാരത്തോടെ നിർത്തനായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൽപ്പനയനുസരിച്ച് ആഗ്രഹിച്ച നല്ല പ്രിയപ്രകാശ് സ്തോത്രം കർത്താവ് ബലപ്പെടുത്തുന്നതാണ്. കൃപയുടെ പുറം മറയ്ക്കും. പ്രാർത്ഥന കേട്ടല്ലോ യേശുവിൻ നമ്മുടെ നാമത്തിൽ തന്നെ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കൊള്ളുകയും ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാടും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. സ്ഥാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയാലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് പകൽക്കാലം ഇവിടെ നടക്കുന്ന ശുശ്രൂഷ യേശുവിന്റെ കർത്താവിന്റെ കൽപ്പന നിവർത്തീകരണമാണ്. സ്നാനപ്പെടേണ്ടതായ കർത്താവിന്റെ രക്ഷിതാവായി സ്വീകരിച്ച കർത്താവിന്റെ വചനപ്രകാരം വിശ്വാസത്തോടെ ജീവിക്കുന്ന പ്രിയപ്പെട്ടവരെയാണ് സ്നാനപ്പെടുത്തേണ്ടത്. സ്നാനം എന്നാൽ എന്ത്? കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. അതേ അനുഭവം അതിൻ്റെ പൊരുളായി ആ അനുഭവം ജീവിതത്തിൽ പ്രാപിച്ചവർ പാപസംബന്ധമായി മരിച്ചു. ആ പാപമനുഷ്യനെ കുഴിച്ചിട്ടു. ആ സ്ഥാനത്ത് യേശു ക്രിസ്തുവാകുന്ന പുതുമനുഷ്യനെ ധരിച്ച് എഴുന്നേറ്റ് വന്നിരിക്കുന്ന കർത്താവിനായി ജീവിപ്പാനായി തീരുമാനിച്ചവരാണ് സ്നാനപ്പെടേണ്ടത്. ഇന്ന് ഈ സ്നാനം ഇവിടെ നടത്തുമ്പോൾ എല്ലാവർക്കും വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. സ്തോത്രം. പാനം ചെയ്യുവാൻ കഷ്ടതയിൻ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ പകലിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങേ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച് സ്നാനം അങ്ങയുടെ കൽപ്പനയാണെന്ന് ബോധ്യപ്പെട്ട പ്രിയപ്പെട്ടവരെ ഇന്ന് സ്നാനപ്പെടുത്തേണ്ടത് ദൈവസഭയുടെ ഉത്തരവാദിത്തമാകയാൽ ഈ ശുശ്രൂഷ ഇവിടെ നടക്കുമ്പോൾ അവിടുത്തെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ വെളിപ്പെടണമേ. ആമേൻ, ആമേൻ. യോർദാനിൽ യോഹന്നാൻ സ്നാപകന്റെ കൈ കീഴിൽ സ്നാനം ഏൽക്കുമ്പോൾ സ്വർഗം തുറന്നു. ആമേൻ. പരിശുദ്ധാത്മാവ് പ്രാവം ഇറങ്ങി. ആമേൻ. പിതാവായ ദൈവം ഇങ്ങനെ അരുളി ചെയ്തതുപോലെ ഇന്നും ആമേൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് ഒരുമിച്ച് സമ്മേളിച്ച് സ്വർഗം സന്തോഷിക്കുന്ന ഒരു പകലാക്കി തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്നാനപ്പെടുന്ന എല്ലാവരെയും കരമിച്ച് അനുഗ്രഹിക്കും. സ്നാന ശുശ്രൂഷയ്ക്കായി എന്നെ ഒരുക്കുമാറാകണമേ. ഒരു പുതിയ അഭിഷേകത്താൽ നിറയ്ക്കണമേ. ഈ സ്നാനത്തൊട്ടി അവിടുന്ന് വിശുദ്ധീകരിക്കുമാറാകണമേ. ഇന്ന് കേൾവിക്കാരും കാഴ്ചക്കാരായിരിക്കുന്ന എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിച്ചാണ് പുത്രനെ മഹത്വപ്പെടുത്തും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. കർത്താവായ യേശു രക്ഷിതാവായി സ്വീകരിച്ച സ്നാനം ദൈവത്തിന്റെ കൽപ്പനയാണെന്ന് ബോധ്യപ്പെട്ട് ഒരുങ്ങി വന്ന പ്രിയപ്പെട്ടവർ ഓരോരുത്തരായി ഈ സ്നാനത്തൊട്ടിയുടെ അരിയിലേക്ക് കടന്നു വരാം. സ്വർഗത്തിൽ തൃത്വത്തിൽ രണ്ടാമനായിരുന്നവൻ സ്വർഗോടതികളെ വെടിഞ്ഞ് കന്യകയാൽ ഭൂമിയിൽ ജാതനാകുകയും 33 തിരുവയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ച് അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെ ശുശ്രൂഷ നിവർത്തിയ ശേഷം പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ക്രൂശിൽ മരിച്ചടക്കപ്പെടുകയും വാഗ്ദത്ത പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ മഹിമയിലെ
കയറിപ്പോകുകയും അവിടുന്ന് വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനെ തന്റെ സഭയ്ക്ക് വേണ്ടി അയച്ചു തരികയും ഇന്നും പിതാവിന്റെ വലത്ത് ഭാഗത്തിരുന്ന് തന്റെ സഭയ്ക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയും ഇനിയും എത്രയും വേഗം തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുകയും അതിനുശേഷം 1000 ആണ്ട് ഈ ഭൂമിയിൽ നിത്യത വരെയും തന്റെ സഭയോടുകൂടെ വാഴുവാൻ പോകുന്ന കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവും ദൈവത്തിനെന്ന് പ്രിയ വൈതൽ വിനി വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുന്ന ദൈവൽപ്പന ഹേതുവായും തങ്ങളുടെ സാക്ഷ്യബന്ധന ഹേതുവായും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ നിന്നെ മാമോദീസ മുക്കുന്നു. എല്ലാവർക്കും പ്രാർത്ഥനയോടെ ആയിരിക്കാം. 2000 പല വർഷങ്ങൾക്ക് മുമ്പ് ആദാമി സന്തതിയുടെ പാപപരിഹാരത്തിനായി സ്വർഗത്തിൽ തൃത്വത്തിൽ രണ്ടാമനായിരുന്നവൻ സ്വർഗോന്നതങ്ങളെ വെടിഞ്ഞ് കന്യകയാൽ ഭൂമിയിൽ ജാതനാകുകയും 33 തിരുവയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ച് അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെ ശുശ്രൂഷ ശേഷം പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ക്രൂശിൽ മരിച്ചടക്കപ്പെടുകയും വാഗ്ദത്ത പ്രകാരം ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ മഹിമയിലേക്ക് കടന്നു പോവുകയും വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനെ തന്റെ സഭയ്ക്ക് വേണ്ടി അയച്ചു തരികയും ഇന്നും പിതാവിന്റെ വലത്ത് ഭാഗത്തിരുന്ന് തന്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയും ഇനിയും എത്രയും വേഗം മധ്യവാനിൽ തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ വെളിപ്പെടുകയും അതിനുശേഷം 1000 ആണ്ട് ഈ ഭൂമിയിലും പിന്നെ പുതുവാന ഭൂമിയിൽ നിത്യത വരെയും തന്റെ സഭയോടുകൂടെ വാഴുവാൻ പോകുന്ന കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവും ദൈവത്തിൽ നിന്ന് പ്രിയ പൈതൽ കിരൺ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുകയും കെവിൻ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുകയും ഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ നിന്നെ മാമോദീസ മുക്കുന്നു. പാപത്തെയും പല വർഷങ്ങൾക്ക് മുമ്പ് ആദാമി സന്തതിയുടെ പാപപരിഹാരത്തിനായി സ്വർഗത്തിൽ തൃത്വത്തിൽ രണ്ടാമനായിരുന്നവൻ സ്വർഗോന്നതങ്ങളെ വെടിഞ്ഞു കന്യകയാൽ ഭൂമിയിൽ ജാതനാകുകയും 33 തിരുവയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ച് അത്ഭുതങ്ങളുടെയും അടയാളങ്ങളെ ശുശ്രൂഷ ശേഷം പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ക്രൂശിൽ മരിച്ചടക്കപ്പെടുകയും വാഗ്ദത്ത പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ മഹിമയിലേക്ക് കയറിപ്പോകുകയും അവിടുന്ന് വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനെ തന്റെ സഭയ്ക്ക് വേണ്ടി അയച്ചു തരികയും ഇന്നും പിതാവിന്റെ വലത്തുഭാഗത്തിരുന്ന് തന്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയും ഇനിയും എത്രയും വേഗം മധ്യവാനിൽ തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ വെളിപ്പെടുകയും അതിനുശേഷം 1000 ആണ്ട് ഈ ഭൂമിയിലും പിന്നെ പുതുവാന ഭൂമിയിൽ തന്റെ സഭയോടുകൂടെ വാഴുവാൻ പോകുന്ന കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവും ദൈവത്തിൽ നിന്ന് പ്രിയ പൈതൽ ഡാനിയ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുകയും പല ഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ നിന്നെ മാമോദീസ മുക്കുന്നു. ആദാമി സന്തതിയുടെ പാപപരിഹാരത്തിനായി തൃത്വത്തിൽ രണ്ടാമനായിരുന്നവൻ സ്വർഗ്ഗോന്നതങ്ങളെ വെടിഞ്ഞ് കന്യകയാൽ ഭൂമിയിൽ ജാതനാകുകയും 33 തിരുവയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ച് അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ശുശ്രൂഷ ശേഷം പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങൾ ക്രൂശിൽ മരിച്ചടക്കപ്പെടുകയും വാഗ്ദത്ത പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ മഹിമയിലേക്ക് കയറിയും ഇനിയും എത്രയും വേഗം തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുകയും അതിനുശേഷം 1000 ആണ്ട് ഈ ഭൂമിയിലും പിന്നെ പുതുവാന ഭൂമിയിൽ നിത്യത വരെയും തന്റെ സഭയോടുകൂടെ വാഴുവാൻ പോകുന്ന കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവും ദൈവത്തിൽ നിന്ന് പ്രിയ ബ്രദർ ഭുവൻ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുകയും പല ഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ നിന്നെ മാമോദീസ മുക്കുന്നു. മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം, എന്നാൽ ജീവകിരീടം ലഭിക്കും. 2000 പല വർഷങ്ങൾക്ക് മുമ്പ് ആദാമി സന്തതിയുടെ പാപപരിഹാരത്തിനായി തൃത്വത്തിൽ രണ്ടാമനായിരുന്നവൻ സ്വർഗ്ഗോന്നതങ്ങളെ വെടിഞ്ഞ് കന്യകയാൽ ഈ ഭൂമിയിൽ ജാതനാകുകയും 33 തിരുവയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ച് അത്ഭുതങ്ങളുടെയും അടയാളങ്ങളെ ശുശ്രൂഷ ശേഷം പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ക്രൂശിൽ മരിച്ചടക്കപ്പെടുകയും വാഗ്ദത്ത പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ മഹിമയിലേക്ക് കയറിപ്പോകുകയും ഇനിയും എത്രയും വേഗം തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുകയും അതിനുശേഷം 1000 ആണ്ട് ഈ ഭൂമിയിലും പിന്നെ പുതുവാന ഭൂമിയിൽ നിത്യത വരെയും
നിന്നെ മാമോദീസ മുക്കും. വന്നവരെന്ന വിശ്വസ്തനായിരിക്കാം, എന്നാൽ ജീവകിരീടം ലഭിക്കും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുനാഥ നാമത്തിനു ജയം ജയം. ആദാമി സന്തതിയുടെ പാപപരിഹാരത്തിനായി സ്വർഗത്തിൽ തൃത്വത്തിൽ രണ്ടാമനായിരുന്നവൻ സ്വർഗ്ഗങ്ങളെ വെടിഞ്ഞ് കന്യകയാൽ ഭൂമിയിൽ ജാതനാകുകയും 33 തിരുവയസ്സുവരെ ഭൂമിയിൽ ജീവിച്ച് അത്ഭുതങ്ങളെ അടയാളങ്ങളെ ശുശ്രൂഷിച്ചതിനു ശേഷം പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ക്രൂശിൽ മരിച്ചെടുക്കപ്പെടുകയും വാഗ്ദത്തപ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ മഹിമയിലേക്ക് പ്രവേശിക്കുകയും ഇനി എത്രയും വേഗം തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുകയും അതിനുശേഷം 1000 ആണ്ട് ഈ ഭൂമിയിലും പിന്നെ പുതുവാന ഭൂമിയിൽ നിത്യത വരെയും തന്റെ സഭയോടുകൂടെ വാഴുവാൻ പോകുന്ന കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവും ദൈവത്തിനെന്ന് പ്രിയ സഹോദരൻ ക്രിസ്തുദാസ് വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുന്ന ഹേതുവായും തങ്ങളുടെ സാക്ഷ്യവാദന ഹേതുവായും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ നിന്നെ മാമോദീസ മുക്കുന്നു. വന്നവരെന്ന വിശ്വസ്തനായിരിക്കാം, എന്നാൽ ജീവകിരീടം ലഭിക്കും. ഭക്തനോടെ ആയിരിക്കാം. 2000 വർഷങ്ങൾക്ക് മുമ്പ് ആദാമി സന്തതിയുടെ പാപപരിഹാരത്തിനായി സ്വർഗത്തിൽ തൃത്വത്തിൽ രണ്ടാമനായിരുന്നവൻ സ്വർഗ്ഗങ്ങളെ വെടിഞ്ഞ് കന്യകയാൽ ഭൂമിയിൽ ജാതനാകുകയും 33 തിരുവയസ്സുവരെ ഈ ഭൂമിയിൽ ജീവിച്ച് അത്ഭുതങ്ങളുടെ അടയാളങ്ങളെ ശുശ്രൂഷ നിവർത്തിയ ശേഷം പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ക്രൂശിൽ മരിച്ചടക്കപ്പെടുകയും വാഗ്ദത്തപ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ മഹിമയിലേക്ക് കയറിപ്പോവുകയും അവിടുന്ന് എത്രയും വേഗം തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുകയും അതിനുശേഷം 1000 ആണ്ട് ഈ ഭൂമിയിലും പിന്നെ പുതുവാന ഭൂമിയിൽ നിത്യത വരെയും തന്റെ സഭയോടുകൂടെ വാഴുവാൻ പോകുന്ന കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവും ദൈവത്തിനെന്ന് പ്രിയ സഹോദരൻ ബാബു വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുന്ന ഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ നിന്നെ മാമോദീസ മുക്കുന്നു. വന്നവരെന്ന വിശ്വസ്തനായിരിക്കാം, എന്നാൽ ജീവകിരീടം ലഭിക്കും. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ടവർ 6 പേർക്ക് സ്നാനപ്പെടുവാൻ ദൈവം, 7 പേർക്ക് സ്നാനപ്പെടുവാൻ ദൈവം സ്നാപകൻ ഇവിടെയുണ്ട്, സ്നാനജലം ഇവിടെയുണ്ട്. യേശു കർത്താവ് രക്ഷിതാവായി സ്വീകരിച്ചു. ഇതുവരെ സ്നാനപ്പെടാത്ത ആരെങ്കിലും ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾക്ക് വേണ്ടി ഒരു അവസരം നൽകുന്നു. അങ്ങനെ ആരുമില്ല എന്ന് കരുതിക്കൊണ്ട് ഈ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. എത്രത്തോളം ദൈവം സഹായിച്ചു തോന്നുന്ന കരമുയർത്തി സ്തോത്രം പറഞ്ഞു. സ്നാനപ്പെട്ടവരെല്ലാം കർത്താവ് അന്ത്യത്തോടെ നിലനിർത്തുന്നതിനായി പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞു ശുശ്രൂഷയുടെ അതിമഹനീയമായ ഒരു ശുശ്രൂഷയ്ക്ക് സാക്ഷ്യം വഹിപ്പാൻ സാധുക്കളാകുന്ന ഞങ്ങൾക്ക് ദൈവം ചെയ്ത ഭാഗ്യത്തിനായി ഇന്ന് സ്നാനപ്പെട്ട 7 പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവർ മരണപര്യന്തം വിശ്വസ്തരായിട്ടിരുന്നു. മാതൃകയുള്ള വ്യക്തിത്വങ്ങളായി ജീവിക്കാൻ സ്വർഗം സഹായിക്കും. ഈ അതിമഹനീയമായ ശുശ്രൂഷ ചെയ്യുവാൻ എന്റെ വിലപ്പെട്ട അഭിഷിക്തനെ ദൈവം അധികാരപ്പെടുത്തിയ വനിതയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ഈ പ്രിയപ്പെട്ടവരെ ഒരുക്കിക്കൊണ്ടുവന്ന ദൈവസഭകൾക്കായി, ദൈവദാസന്മാർക്കായി, ആ പ്രിയപ്പെട്ടവരുമായി ബന്ധപ്പെട്ട ഭവന നിവാസികൾക്കായി നന്ദിയോടെ സ്തോത്രം. സാക്ഷ്യം വഹിച്ച ഈ വിലപ്പെട്ട മാന്യ സദസ്സിനായി സ്തോത്രം. ദൈവമേ, ഇത്തരത്തോടെ ഞങ്ങളെ സഹായിച്ച വനിതയ്ക്കായി സ്തോത്രം. ഈ മണ്ഡലത്തിൽ വിലപ്പെട്ട അഭിഷിക്തൻ പറഞ്ഞതുപോലെ ധാരാളം പേർ വീണ്ടും ഈ ജലാശയത്തിൽ കടന്നു വന്ന് സ്നാനപ്പെടുവാൻ, സമർപ്പണത്തോടെ കടന്നു വരുവാൻ ദൈവം സഹായിക്കുമാറാകണമേ. ശേഷം നടക്കുന്ന എല്ലാ ശുശ്രൂഷകൾക്കായി, ഉപവാസ പ്രാർത്ഥനയുടെ സമാപന യോഗങ്ങൾക്കായി, എല്ലാത്തിനുമായി സ്തോത്രം. ഈ ജലാശയത്തെ ഞങ്ങൾക്ക് ഔദര്യമായി തരുന്ന ഈ പാളയം സഭയ്ക്കായി, ബന്ധപ്പെട്ട പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിച്ച് കാത്തു രക്ഷിക്കണം, മഹത്വം തിരുമേലെടുക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഇത്രത്തോളം സഹായിച്ചത് കൊണ്ട് സ്തോത്രം. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ കർത്താവ് പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ സ്നേഹം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സംസർഗം, സാന്നിധ്യം സ്നാനപ്പെട്ട വിലയേറിയ മക്കളോടും ഈ അഭിഷിക്ത വിലയേറിയ അഭിഷിക്തനോടും ഇതിനു വേണ്ടി സാക്ഷ്യം വഹിച്ച ഒരുക്കിയെടുത്ത അധ്വാനിച്ച പ്രിയപ്പെട്ടവരോടും ഈ ദൈവസഭയോടും ഇന്നും എല്ലാ കാലത്തും ഉണ്ടായിരിക്കുമാറാകട്ടെ.
മാറി